സുഹൃത്തുക്കളെ, ഇന്നൊരു നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മളെ നാരങ്ങയെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. നാരങ്ങ എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ഉണ്ട്. അതായത് കരുനാരങ്ങ ഉണ്ട്, ചെറുനാരങ്ങ ഉണ്ട്. കരുനാരങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അച്ചാറിടാൻ മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ചെറുനാരങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അച്ചാറിടാനായാലും നമുക്ക് സലാഡ് ഉണ്ടാക്കാൻ പിഴിഞ്ഞൊഴിക്കാം, അതുപോലെ പിഴിഞ്ഞ് നാരങ്ങ വെള്ളമായിട്ട് കുടിക്കാം. അതുപോലെ തന്നെ നമ്മൾ ചില കറികളിൽ നാരങ്ങ പിഴിഞ്ഞൊഴിക്കാറുണ്ട്. അതുപോലെ ചില ഫ്രൈ ഐറ്റങ്ങളിൽ നമ്മൾ നാരങ്ങ പിഴിഞ്ഞൊഴിക്കാറുണ്ട്. അതുപോലെ നമുക്ക് എന്തെങ്കിലും വയറ്റിന് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ നാരങ്ങ പിഴിഞ്ഞ് ഇച്ചിരി തേയില വെള്ളത്തിനകത്ത് കുടിക്കാറുണ്ട്. അതുപോലെ നമുക്ക് ഛർദിലോ അങ്ങനെയുള്ള ഈ മനം പുരട്ട് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ നാരങ്ങ എടുത്ത് മണപ്പിക്കാറുണ്ട്. അതുപോലെ നമ്മൾ നാരങ്ങ മുറിച്ച് വെറുതെ അതിന്റെ നീര് കുടിക്കാറുണ്ട്. അന്നേരമൊക്കെ നമുക്ക് ഈ ഛർദിലുകളും കാര്യങ്ങളും ഒക്കെ പെട്ടെന്ന് നമുക്ക് വിട്ടുമാറുന്നതാണ്. നമ്മള് പെൺകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആണുങ്ങളും ചെയ്യാറുണ്ട്. താരൻ, അതായത് നമ്മളെ ഫംഗസ്, തലയിലുള്ള ഫംഗസുകൾ മാറ്റാൻ വേണ്ടി നാരങ്ങ നീര് പിഴിഞ്ഞ് തലയിൽ തേക്കാറുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ നാരങ്ങ കൊണ്ട് നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഒരു പുതിയതായിട്ട് എന്തെങ്കിലും ഒരു വണ്ടി ഇറക്കുക, അങ്ങനെയുള്ള പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പം നമ്മൾ നാരങ്ങ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ചില പൂജാ കർമ്മങ്ങളിലൊക്കെ നാരങ്ങ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ശത്രുദോഷത്തിന് ഒക്കെ നമ്മൾ ഈ നാരങ്ങ പ്രത്യേകിച്ച് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാരങ്ങ നമ്മളെ ബിസിനസ് സ്ഥാപനങ്ങളിലും നമ്മളെ വീടുകളിലും നമ്മൾ ഒരു കാര്യത്തിന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മളെ നെഗറ്റിവിറ്റി എനർജി, അതുപോലെ നമ്മളെ വീട്ടിൽ വരുന്നവരെയും നമ്മളെ ബിസിനസ് സ്ഥാപനത്തിൽ വരുന്നവരെയും നെഗറ്റീവ് എനർജി നമുക്ക് പിടിച്ചെടുത്ത് വെളിയിൽ കളയാൻ ഉള്ള ഒരു മാർഗം, നമ്മൾ ഒരു ഗ്ലാസ് നല്ല വെള്ളം എടുത്തിട്ട് ഈ വെള്ളത്തിൽ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ പൂർണ്ണമായിട്ടുള്ള ഒരു നാരങ്ങ നമ്മൾ ഇട്ട് വെക്കുക. നമുക്കുള്ള വീട്ടിനകത്ത് നമ്മളെ ഫ്രണ്ട് ഹാളിൽ കൊണ്ടുവന്ന് വെക്കുക. കൊണ്ടുവച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മള് വെളിയിലോട്ട് തള്ളുന്ന നെഗറ്റീവ് എനർജി, നമ്മളെ വീട്ടിനകത്ത് വരുന്ന മറ്റുള്ളവർക്കുള്ള നെഗറ്റീവ് എനർജി, കണ്ണുദോഷങ്ങൾ, ഇതെല്ലാം നമ്മൾ ഈ നാരങ്ങ പിടിച്ചെടുത്ത് ഇത് ചെയ്യും. അത് നമ്മൾ വൈകിട്ട് നേരങ്ങളിൽ നമ്മൾ വെളിയിൽ കളയുക. നമ്മളെ വീട്ടിന്റെ ബൗണ്ടറിയിലോ കാര്യങ്ങളിലോ ഒന്നുമില്ലാതെ നമ്മളെടുത്ത് വെളിയിൽ കളയുക. അതുപോലെ തന്നെയാണ് നമ്മളെ ബിസിനസ് സ്ഥാപനങ്ങളിലും നമ്മൾ ഇതേ പ്രവൃത്തി തന്നെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള കടയിൽ വരുന്ന, സ്ഥാപനത്തിൽ വരുന്ന ഉള്ള നെഗറ്റീവ് എനർജി, നമ്മൾ ഇവിടുന്ന നെഗറ്റീവ് എനർജി ഒക്കെ പിടിച്ചെടുത്തത് കളയും. കണ്ണുദോഷങ്ങൾ, കാര്യങ്ങൾ ഇതെല്ലാം മാറ്റിക്കളയും. ഇതൊക്കെ മാറ്റാനാണ് നമ്മൾ ഈ നാരങ്ങ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് നിത്യവും നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലായാലും സ്ഥാപനത്തിലായാലും നല്ല ഉയർച്ചയും നമുക്ക് നല്ല പോസിറ്റീവ് എനർജിയും കൊണ്ടുതരും. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം.